എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ടീച്ചേഴ്സ് ഡേ, മദർ തെരേസയുടെ ഓർമ്മ ദിവസം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലോകത്ത് കാരുണ്യം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ച കാരുണ്യത്തിൻ്റെ മാലാഖയാണ് മദർ തെരേസ. ലോകം മുഴുവനും മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകേണ്ട കാരുണ്യം, ദയ, സ്നേഹം, അതിനൊരു PhD എടുത്ത മദർ തെരേസ. നമ്മൾ ഈ ഭൂമിയിലൊക്കെ ജീവിച്ച് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം കാലങ്ങൾ കഴിയുമ്പോൾ ആരെങ്കിലും ഓർത്ത് അഭിമാനത്തോടുകൂടെ അവിടെ ഹൃദയത്തിൽ സൂക്ഷിക്കുമോ? ഒരു മയിൽപ്പീലി പോലെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മദർ തെരേസ ജീവിച്ചു പോയ ഒരു ലോകത്താണ് നമ്മളും ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം കൊണ്ട് എത്ര പേരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരാൻ, ധൈര്യം പകരാൻ, കാരുണ്യം പകരാൻ കഴിഞ്ഞുവെന്ന് ഈ മദർ തെരേസയുടെ ഓർമ്മ ദിവസം നമുക്ക് ഓർക്കാം. നാനാജാതി മതസ്ഥരായ മനുഷ്യർക്ക് സ്നേഹമെന്താണെന്ന്, ദൈവസ്നേഹം എന്താണെന്ന് പകർന്നു കൊടുക്കാൻ ഇടയായ പരിശുദ്ധ മറിയത്തെ പോലെ മദർ തെരേസ നന്മ നിറഞ്ഞവളായി ഈ ലോകത്ത് നമ്മുടെ കൂടെ ജീവിച്ചു. മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് ഇന്നും ലോകമെമ്പാടും എത്രയോ രാജ്യങ്ങളിൽ ആ മദറിൻ്റെ ഹൃദയത്തിൽ അങ്കുരിച്ച ആ സ്നേഹത്തിൻ്റെ പരിമളം പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ നെഗറ്റീവ് എനർജിയിലൂടെ ഭൂമിയിൽ ജീവിച്ച് നാം കടന്നു പോകേണ്ട സമയം വരുമ്പോൾ ഡിപ്രഷനിലേക്ക് പോകുന്ന അനേകം മനുഷ്യരുണ്ട്. നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സഹജീവികൾക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള പക്ഷിമൃഗാദികൾക്കും സസ്യജാലങ്ങൾക്കും ഒക്കെ തണലാകുന്ന, കരുതലാകുന്ന ഒരു മഹാജന്മമാണ് ദൈവം മനുഷ്യൻ നൽകിയുള്ള ദൈവത്തിൻ്റെ സ്വന്തമായ മനുഷ്യജന്മം. മനുഷ്യനായാൽ പോരാ, മനുഷ്യത്വമുള്ള മനുഷ്യരായിട്ട് തീരണം. ഓണമാണല്ലോ അടുത്തു വരുന്നത്. കള്ളമില്ല, ചതിയില്ല, പൊളിയില്ലാത്ത ഒരു രാജ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരികയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കൂടാതെ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. കോടാനുകോടി ടീച്ചേഴ്സാണ് ഈ ലോകത്ത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ മാതാപിതാ ഗുരു ദൈവം, നമ്മുടെ അമ്മയുടെയും ദൈവത്തിൻ്റെയും സ്ഥാനമാണ് ഒരു ടീച്ചർക്ക് നമ്മൾ നൽകിയിരിക്കുന്നത്. പക്ഷെ ഇന്ന് ആ സ്ഥാനം എത്രമാത്രം അവരുടെ ജീവിതത്തിൽ അവർ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, കുട്ടികൾ അവർക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒപ്പം ജീവിത മാതൃകയായിരുന്നു. ഇന്ന് ജീവിതം പകർന്നു കൊടുക്കാൻ ടീച്ചേഴ്സിന് സാധിക്കുന്നില്ല. അറിവ് എന്ന് പറയുന്നത് ഇന്ന് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട ആവശ്യമില്ല. ഗൂഗിളിനോട് ചോദിച്ചാൽ എല്ലാം പറഞ്ഞു തരുന്ന ഒരു കാലഘട്ടമാണ്. ടീച്ചർ എന്നുള്ള സ്ഥാനം ഇന്ന് അറിവിൻ്റെ ലോകത്തല്ല, ജീവിതത്തിൻ്റെ മാതൃകയുടെ ലോകത്താണ് നിലകൊള്ളുന്നത്. പണം, സമ്പത്ത് ഇന്ന് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തീർന്നപ്പോൾ പണത്തിനു വേണ്ടിയാണോ മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് തോന്നത്തക്ക രീതിയിൽ കുട്ടികൾക്കൊക്കെ A+ കിട്ടി, അവർ പഠിച്ച് വലിയ ജോലി കിട്ടി, പണം കിട്ടി, ജോലി കിട്ടി. അതിനൊന്നുമല്ല വിദ്യ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലെ ധനമാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള പഠനമാണ് നമുക്കിന്നില്ലാതെ പോയിട്ടുള്ളത്. എല്ലായിടത്തും സംഭവിക്കുന്നത് എന്താ? ഈ കൊച്ചു ജീവിതം കടന്നു പോകുന്നതാണെന്നുള്ള ചിന്തയില്ലാതെ നാം ഈ ഭൂമിയിലെ എന്തെങ്കിലും നന്മ മരങ്ങൾ നട്ടിട്ട് പോകണം. ആ നന്മ മരം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുന്ന കരുണയാണ്. അധികാരവും നമുക്ക് ഹെഡ് വെയ്റ്റ് ഉണ്ടായാൽ ഒന്നും ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അധികാരം കൊണ്ട് ഈ ലോകത്തെ ഭരിച്ചാൽ ഒരിക്കലും നമ്മുടെ ജീവിതം ധന്യമാകില്ല. സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ഈ ലോകത്തിലെ മനുഷ്യഹൃദയങ്ങൾക്ക് പാഠപുസ്തകമായി തീരാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുക. എൻ്റെ ജീവിതം കൊണ്ട് എത്ര പേർക്ക് തണലേകാൻ, എൻ്റെ ജീവിതം ആർക്കെങ്കിലും ഒരു പാഠപുസ്തകമാകാൻ ഇടയാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിനാൽ ഈ ടീച്ചേഴ്സ് ഡേയുടെ അന്ന് ശരിക്കും മക്കൾക്ക്, അതായത് കുട്ടികൾക്ക് ജീവിത മാതൃക നൽകി ജീവിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും എ ബിഗ് സല്യൂട്ട്. നിങ്ങളാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ്, സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്, സൗഹൃദങ്ങൾ എങ്ങനെയാണ്, സത്യം എന്താണ്, കരുതൽ എന്താണ്, നന്മ എന്താണ്, ജീവിതത്തിൻ്റെ അന്ത്യം എന്താണ്, സ്വർഗം എന്താണ് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചേഴ്സാണ്.
ടീച്ചേഴ്സ്, നിങ്ങളുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. നിങ്ങൾ പഠിപ്പിച്ചു വിട്ട കുട്ടികളാണ് ലോകത്തിൻ്റെ നെറുകയിലെത്തുക. അവർ വിശുദ്ധരാകുന്നു, അവർ വലിയ ഉന്നത സ്ഥാനങ്ങളിലെത്തുന്നു, സാമൂഹ്യ സേവകരാകുന്നു, ഡോക്ടേഴ്സ് ആകുന്നു, എഞ്ചിനീയേഴ്സ് ആകുന്നു. അതിനൊക്കെ നിങ്ങൾക്ക് ഒരു ഭാഗമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ആരും ഒന്നും നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും, ദേശീയ അവാർഡ് കിട്ടിയില്ലെങ്കിലും, ആ കുട്ടികളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു അവാർഡുണ്ട്, ഉണ്ടാക്കണം. അതിനാൽ നല്ല മാതൃകാപരമായ ജീവിതം പകർന്നു കൊടുക്കാൻ ടീച്ചേഴ്സിന് സാധിക്കട്ടെ. എല്ലാ ടീച്ചേഴ്സിനും, എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനും ഞാൻ ഓർക്കുന്നു. എൻ്റെ സഹപാഠികളെ ഞാൻ ഓർക്കുന്നു. ആ ടീച്ചേഴ്സിന് കിട്ടിയ നന്മകളൊക്കെ ഞങ്ങൾ സഹപാഠികൾ പങ്കുവയ്ക്കാറുണ്ട്. ഒപ്പം മദർ തെരേസ എന്ന് പറഞ്ഞ പുണ്യജന്മത്തെ ഓർക്കുന്നു. എത്രയോ സഹോദരികളാണ് ഇതുപോലെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ചവർ. സ്വാർത്ഥ ഇഷ്ടങ്ങളും ലാഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒളി, അതായത് അതിൻ്റെ ശോഭ മങ്ങിപ്പോകും. ഞാൻ എൻ്റെ സർക്കിള്, എൻ്റെ കൂട്ടരെ അങ്ങനെ ചിന്തിക്കാതെ മനുഷ്യകുലം മുഴുവനെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന മനോഭാവത്തോടുകൂടെ ഈ ലോകത്ത് മാതൃകപരമായ ജീവിതം കാഴ്ചവെച്ച മദർ തെരേസയെ പോലെ നമുക്ക് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. മദേഴ്സ് ഡേയും മദർ തെരേസ എന്ന ആ മഹാകാരുണ്യത്തിൻ്റെ ജീവിതത്തിൻ്റെ മുൻപിലും സ്വയം സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു നാളെ, വരാനിരിക്കുന്ന ഓണത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ ജീവിതമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ഞാൻ US-ലായിരുന്നു, ഇന്നലെ എത്തിയിട്ടുള്ളൂ. അവിടെ ഓണാഘോഷങ്ങളൊക്കെ തുടങ്ങി. 1, 2, 3 ഓണാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അമേരിക്കയിലുള്ള എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഓർക്കുന്നു. അവിടെ ഞാൻ ചെല്ലുമ്പോൾ എന്തുമാത്രം സൗഹൃദത്തോട് സ്നേഹത്തോടു കൂടെയാണ് അവർ എന്നെ സ്വീകരിക്കുന്നത്. അതിന് അവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അവിടെയുള്ള യുവതി യുവാക്കളെയും കാണാനിടയായി. അവർക്ക് എത്ര സത്യസന്ധതയോടെ, നിഷ്കളങ്കതയോടെ, ആത്മ അർപ്പണബോധത്തോടെ, ദൈവവിചാരത്തോടെ ജീവിക്കുന്നതും കാണാനായിട്ട് സാധിച്ചു. ആ മാതാപിതാക്കൾക്ക് ബിഗ് സല്യൂട്ട്. നിങ്ങളുടെ സ്നേഹവും സഹായവും കേരളത്തിൽ അനേകർക്ക് ആശ്വാസമേകുന്നു. സോ വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലസ് യു.